ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് ബേസി. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 41/24 41/24 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാർ കേരളത്തിൽ നിന്ന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നതിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത്, അതായത് ഓപ്ഷൻ 3. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അവർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. ശരിയാണല്ലേ, കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും എന്താണ് ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. കൊച്ചി, അങ്കമാലി, വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. ശരിയാണല്ലേ, അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഇത് മൂന്നുമാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ തെറ്റായത് പറഞ്ഞില്ല, ശരിയായിട്ടുള്ള നമുക്കൊന്നും കൂടെ പറയാം. അവർ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാറുകളും കോളേജുകളും സ്ഥാപിച്ചു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു എന്ന് പറയുന്നതാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിഭായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? റാണി സേതു ലക്ഷ്മിഭായ്, തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിഭായുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലഗണനാ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മൃഗബലി നിരോധിച്ചു, ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു, തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. മൃഗബലി നിരോധിച്ചു, ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു, തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമാക്കി. ഇത് നാലുമാണ് അതിൻ്റെ ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിൻ്റെ വർഷങ്ങളായിട്ട് പൊരുത്തപ്പെടുത്താനാണ് അടുത്തതെന്നുള്ളത്. അതായത് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ബന്ധിപ്പിക്കാം. ഓക്കെ, നമുക്ക് ചേരുമ്പോൾ ചേർക്കാൻ. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഹക്കീം അജ്മൽ ഖാൻ ഏതാണ് വർഷം? 1921. ഹക്കീം അജ്മൽ ഖാൻ 1921. അബ്ദുൽ കലാം ആസാദ് 1923. അബ്ദുൽ കലാം ആസാദ് 1923. മഹാത്മാഗാന്ധി എന്നാണ് എല്ലാവർക്കും അറിയാം അല്ലേ, 1924 എന്തെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ANC പ്രസിഡന്റ് ആയത്. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ എന്തായിരുന്നു? അദ്ദേഹം ആയത് 1931. ഓക്കെ, നമുക്കൊന്നും കൂടെ പറയാം. ഹക്കീം അജ്മൽ ഖാൻ ആണെങ്കിൽ 1921. അബ്ദുൽ കലാം ആസാദ് ആണെങ്കിൽ 1923. തൊട്ടടുത്ത വർഷം ആരാണ്? മഹാത്മാഗാന്ധി 1924. പിന്നെ 31 വല്ലഭായ് പട്ടേൽ അല്ലേ, സർദാർ വല്ലഭായ് പട്ടേലാണ് 1931. അടുത്തത്, ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും തെറ്റായതാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഏതാണ് തെറ്റെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി 4 ഇവിടെ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി 4. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പഠിക്കാം. ബംഗാൾ ഗസറ്റ് ആരുടെയാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. സർട്ടിഫാക്റ്റ് ആണ്. ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. സംവാദ് കൗമുദി അതാരുടെയാണ്? രാജാറാം മോഹൻ റോയ് അല്ലേ, രാജാറാം മോഹൻ റോയുടെയാണ് സംവാദ് കൗമുദി. ഹിന്ദു പാട്രിയോട്ട് അതാരുടെയാണ്? മധുസൂദനൻ റേയുടെയാണ് ഹിന്ദു പാട്രിയോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്, ഹിന്ദു പാട്രിയോട്ട് മധുസൂദനൻ റേ. ഇത് മൂന്നാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അവകാശവാദം എ എന്ന് പറഞ്ഞിട്ടും പിന്നെ 6 അതിൻ്റെ കാരണമായിട്ട് 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ എന്നാണ്. ഇത് രണ്ടും ശരിയാണ്, പക്ഷെ ഒന്നിൻ്റെ കാരണമല്ല അല്ലേ. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. ശരിയാണ്. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായിട്ട് ചൈനയും USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. ശരിയാണ്. USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. അതും ഇവിടെ ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണെന്നാണ് ചോദിച്ചത്. ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. 1, 4 ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 1, 4 നമുക്ക് ബാക്കി പഠിക്കാം. എന്താണ് നമുക്ക് ക്വസ്റ്റൻ ഒന്നുകൂടെ പറയാം. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി എ കളക്റ്റീവ് പവർ. ജനശക്തി എ കളക്റ്റീവ് പവർ എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച പ്രസ്താവനയാണ് നമ്മളിനി നോക്കുന്നത്. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. ശരിയാണല്ലേ, എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. സ്വച്ഛ് ഭാരത്
തീം ഒരു കലയായിട്ട് അവിടെ ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത് രണ്ടുമാണ് അവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത്യാവശ്യം കടുപ്പുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇടയ്ക്ക് ഡിഗ്രി ലെവലും കൂടെ ചെയ്താലാണ് നമുക്ക് കൂടുതലല്ലേ കൂടുതൽ എത്തുള്ളൂ. എപ്പോഴും നമ്മൾ 10th ലെവലിൽ നിന്നിട്ട് കാര്യമില്ല അല്ലേ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കി പഠിക്കണം. അടുത്തതിലോട്ട് പോവാം. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗം അല്ലാത്തത്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗം അല്ലാത്ത ഓപ്ഷൻ ഡി ആണ്, ഉത്കൽ സമതലമാണ്. കൊങ്കൺ സമതലം, കച്ച് സമതലം, കത്തിയവാർ പെനിൻസുല, ഇത് മൂന്നും എന്താണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമാണ്. കൊങ്കൺ സമതലം, കച്ച് സമതലം, കത്തിയവാർ പെനിൻസുല. അടുത്തത് വെസ്റ്റർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വെസ്റ്റർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയാണ്. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. സർട്ടിഫാക്റ്റ് ആണ്. ഈ കാറ്റ് എന്താണ്? വെസ്റ്റർലീസിനെ കുറിച്ചാണെന്ന് പറയുന്നത്. ഇതൊരു കാറ്റാണ്. ഈ കാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ടാണ് വീശുന്നത്. അത് വ്യാപാരക്കാറ്റിനെതിരായിട്ടാണ് വീശുന്നത്. വ്യാപാരക്കാറ്റിനെതിരായിട്ട് വീശുന്നു. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. മൺസൂൺ മൂലം എന്താണ്? കിഴക്കൻ ഏഷ്യയിൽ ഈ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് മൂന്നും ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ഏത് ഇതിലാണെന്നാണ് ചോദ്യം. ഏതാണ്? ഡോപ്സൺ യൂണിറ്റിലാണ് രേഖപ്പെടുത്തുന്നത്. വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡോപ്സൺ യൂണിറ്റിലാണ് രേഖപ്പെടുത്തുന്നത്. അടുത്തത് ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവന തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് 1-3. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, ഭൂമിയുടെ സ്ട്രക്ചർ, ഭൂമിയുടെ ഘടന എന്ന ചാപ്റ്ററിന് നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. പിന്നെ എന്താണ്? മൊഹ്റോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു അല്ലേ. മൊഹ്റോവിസിക് വിച്ഛിന്നത എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. മൊഹ്റോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള പ്രസ്താവനയാണ്. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് ഇതെന്ന് പറയുന്നത് കാമ്പെന്ന് പറയുന്നത്. മൊഹ്റോവിക് വിരാമം മൂലം എന്താണ്? പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് താഴെ പറയുന്നതിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ സി കോതയാറാണ്. ഓക്കെ, ഷോളയാർ, കുരിയാക്കുറ്റി, കാരപ്പറ, ഇത് മൂന്നും എന്താണ്? ചാലക്കുടി നദിയുടെ പോഷക നദിയാണ്. കുരിയാക്കുറ്റി, ഷോളയാർ, കാരപ്പറ. ഓക്കെ, ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി എക്സ്പോസാറ്റ് ആണ്. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമനത്തിന് ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളുമായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 4 ഇവിടെ ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വ്യവസായിക വികസനത്തിന് ഉത്തേജകങ്ങൾ, മൂലധനം, എന്റർപ്രൈസ് മാനേജ്മെന്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിന് ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളുമായി വികസന ബാങ്കുകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണ്. വ്യവസായിക വികസനത്തിന് ഉത്തേജകങ്ങൾ, മൂലധനം, എന്റർപ്രൈസ് മാനേജ്മെന്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിന് ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. ഇത്രയാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണെന്നാണ് പറഞ്ഞത്. എന്താണ്? ഓപ്ഷൻ ഡി S&D പെട്ടിയാണ്. S&D പെട്ടി എന്നാണ് ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന ഏതാണ് ശരി? GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ചുള്ള പ്രസ്താവന ഏതാണ് ശരി എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. 1, 3 ആണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 1, 3. കാർഡുകളിലേക്കും UPIയിലേക്കും പണം അടയ്ക്കാം. എന്താണ്? നമ്മുടെ കാർഡിലേക്കും അതേപോലെ തന്നെ UPIയിലേക്കും എന്താണ് നമുക്ക് പണം അടയ്ക്കാം. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം എന്നാണ് പറയുന്നത്. അത് രണ്ടുമാണ് GSTയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. അടുത്തത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ബി 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളൂ. ഏകദേശം 20% എന്ന് പറയുന്നതാണ് ശരി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏകദേശം 20% എന്നാണ് പറയുന്നത്.
അതാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ചെല്ലയ്യ കമ്മിറ്റിയാണ്. ഓപ്ഷൻ എ ചെല്ലയ്യ കമ്മിറ്റി. ആധുനിക ഇന്ത്യൻ ആസൂത്രണവും ഏറ്റവും പ്രയാസമേറിയ ദൗത്യം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന് ഏറ്റവും പ്രയാസമേറിയ ദൗത്യമാണ് സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? തെറ്റായതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. തെറ്റായത് നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്, ബാക്കി മൂന്നും ശരിയാണ്. മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ് അല്ലെ. നമുക്കറിയാം മൗലിക അവകാശം എന്നത് ന്യായവാദ അർഹമാണ് അല്ലെ. നമുക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നമുക്ക് പോകാമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തുന്നത് അല്ലെ. പാർട്ട് 3-ലാണ് മൗലിക അവകാശത്തെക്കുറിച്ച് പറയുന്നത്. സ്വത്തവകാശം മൗലിക അവകാശമല്ല അല്ലെ. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമല്ല, അതൊരു നിയമാവകാശമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത്, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഏതാണ്? ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണമാണ് 356. ശരിയാണ് അല്ലേ. സംസ്ഥാനങ്ങളിൽ എന്താണ്? രാഷ്ട്രപതി ഭരണമാണ് 356. 325 എന്താണ്? സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസിയാണ് ആർട്ടിക്കിൾ 325. 76 എന്താണ്? ഇന്ത്യയുടെ അറ്റോർണി ജനറലോ അല്ലേ. ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 76. ഭരണഘടനാ ഭേദഗതി നടപടിക്രമം ഏതാണ്? ആർട്ടിക്കിൾ 368 അല്ലേ. 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. പഠിച്ചു വെക്കണേ. 356 എന്ന് പറഞ്ഞാൽ സംസ്ഥാന രാഷ്ട്രപതി ഭരണം. സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസിയാണ് 325. ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ് 76. ഭരണഘടനാ ഭേദഗതി നടപടിക്രമമാണ് 368. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ള ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 3. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം അല്ലേ. നമുക്കറിയാം 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലേ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 86-ാം ഭരണഘടനാ ഭേദഗതി 2002 അല്ലേ. ഓക്കെ, അടുത്തത് 42-ാം ഭരണഘടനാ ഭേദഗതി, മിനി ഭരണഘടന അല്ലേ. അതായത് നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്ത ഒരേ ഒരു ഭേദഗതിയാണ് എന്ന് പറയുന്നത് 42-ാം ഭേദഗതി എന്ന് പറയുന്നത് 1976 അല്ലേ. ഓക്കെ, അപ്പം ഇത് മൂന്നുമാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത്, ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കി വെച്ചിരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അല്ലേ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. 106-ാം ഭരണഘടനാ ഭേദഗതി നിയമം 2023. 106-ാം ഭരണഘടനാ ഭേദഗതി നിയമം 2023. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെ എല്ലാ സീറ്റുകളും 1/3 സ്ത്രീകൾക്കായി നീക്കിവെച്ചതെന്ന് ചോദിച്ചാൽ 106 ഭരണഘടനാ ഭേദഗതി നിയമം 2023. അടുത്തത്, ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി? ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ള? ഓപ്ഷൻ ഡി. ഇതെല്ലാം ശരിയാണ് കേട്ടോ, എല്ലാം ശരിയാണ്. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി എന്താണ്? ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്താണ്? ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു എന്നാണ് പറയുന്നത്. ബ്ലാങ്കേറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. എന്താണ്? ബ്ലാങ്കേറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായതാണ്. അടുത്തത്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഭരണഘടനയുടെ 15-ാം ഭാഗത്തിലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനയാണ് പറയുന്നത്. ഭരണഘടനയുടെ 15-ാം ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെ, KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇതെല്ലാം ശരിയായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. നമുക്ക് നോക്കാം. ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെന്റിന്റെ മാനേജർ കഴിവുകളുടെ
രണ്ടാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നാണ് KS-ന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെന്റിന്റെ മാനേജർ കഴിവുകളുടെ രണ്ടാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നാണ് KS-ന്റെ ലക്ഷ്യം. KS-ൽ KS ഓഫീസർ, ജൂനിയർ ടൈം സ്കെയില്, സെലക്ഷൻ ഗ്രേഡ് സ്കെയില്, സൂപ്പർ ടൈം സ്കെയില് എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. എന്താണ്? KS-ൽ KS ഓഫീസറായ ജൂനിയർ ടൈം സ്കെയിലുണ്ട്, സെലക്ഷൻ ഗ്രേഡ് സ്കെയിലുണ്ട്, സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. KS-ൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി ആയിട്ട് കരിയർ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. എന്താണ്? KS-ൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ, അല്ലേ, KS-ന്റെ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി ആയിട്ട് കരിയർ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് 1957 കേരള സ്റ്റേ ഓഫ് എവിഷൻ പ്രൊസീഡിങ്സ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യുന്നവരായിരുന്നു. 1957 കേരള സ്റ്റേ ഓഫ് എവിഷൻ പ്രൊസീഡിങ്സ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാനായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. കുടുംബശ്രീയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇതെല്ലാം ശരിയാണ്. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല NHGS, ADS ആൻഡ് CDS സജ്ജീകരണമുണ്ട്. സ്ത്രീകൾക്കായിട്ട് കുടുംബശ്രീയിൽ ത്രിതല 3 തലത്തിലുള്ള സജ്ജീകരണമുണ്ട്. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി, കേരളത്തിന് മുഖ്യമന്ത്രിയാണ്. ഓക്കെ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് കേരളത്തിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതം അല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. അടുത്തത്, അക്ഷയയെക്കുറിച്ച്, അതായത് അക്ഷയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇവിടെ എന്താണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്? വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് അക്ഷയയുടെ ദൗത്യം എന്ന് പറയുന്നത്. വിവരസമ്പന്നരും വിവിധ ദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദി നൽകുന്നു. പൊതു സ്വകാര്യ, അതായത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദി നൽകുന്നു. ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ, സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു. ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ, സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു എന്നാണ് പറയുന്നത്. ഇത് മൂന്നുമാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ ആണ്, അല്ലേ. 2005 എന്തെന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് 2005. അടുത്തത്, ചേരുംപടി ചേർക്കുക. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി. ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളിൽ എന്താണ്? മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. അടുത്ത എന്താണ്? ആർട്ടിക്കിൾ 243A. എന്താണ് 243 പറയുന്നത്? ഗ്രാമസഭയാണ്. റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. 243A എന്ന് പറയുന്നത് ഗ്രാമസഭ. 243K ആണെങ്കിലോ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. റിപ്പീറ്റ് ആണ്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് 243K. 11ാം ഷെഡ്യൂളിൽ PRI നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. 243A ഗ്രാമസഭ, 243K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒന്നുകൂടെ പറയാം, ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളിലാണ് PRI എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 11, 12 എന്താണ്? പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 11ാം ഷെഡ്യൂളിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ഇനി 12 എന്താണ് പറയുന്നത്? മുനിസിപ്പാലിറ്റി നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങൾ. 243A ആണ് ഗ്രാമസഭയെ കുറിച്ച് പറയുന്നത്. 243K ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അടുത്തത്, 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ഏതാണ്? ഓപ്ഷൻ സി, കേരള ലോകായുക്ത ഭേദഗതി ബില്ല് 2022. കേരള ലോകായുക്ത ഭേദഗതി ബില്ല് 2022. ഓക്കെ,
അടുത്തത് ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ഏത് റിട്ടാണ് എന്ന് പറയാമോ? ഏതാണ്? ഓപ്ഷൻ എ മാൻഡമസ് ആണ്. മാൻഡമസ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് PMKSY ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. ഏതാണ്? ഓപ്ഷൻ ബി ജലസംരക്ഷണ മാനേജ്മെന്റ് ആണ്. ജലസംരക്ഷണ മാനേജ്മെന്റ്. PMKSYയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ് എന്താണ്? ജലസംരക്ഷണ മാനേജ്മെന്റ്. PMKSY എന്താണ്? പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ യോജന. പ്രധാനമന്ത്രി കൃഷി സിഞ്ചയ യോജനയാണ് PMKSY. അതെന്ന് പറയുന്ന ഒരു ജലസംരക്ഷണ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണെന്നാണ് പറയുന്നത്. അടുത്തത് ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇതെല്ലാം, അതായത് മുകളിൽ പറഞ്ഞെല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. MGNREGA എന്താണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമാണ് MGNREGA എന്ന് പറയുന്നത്. 2005 ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അത് ശരിയാണ്, 2005 ആരംഭിച്ചത്. MGNREGA പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നാണ്. ശരിയാണല്ലേ? ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക. MGNREGAയുടെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണമെന്നാണ് പറയുന്നത്. MGNREGAയുടെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണമെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ഇവിടെ ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എത്രയാണ്? ഓപ്ഷൻ ഡി ആണല്ലേ? എല്ലാവർക്കും അറിയാം. അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. 48 മണിക്കൂറിനകം എന്താണ് ആ വിവരങ്ങൾ നൽകണമെന്നാണ് പറയുന്നത്. അടുത്തത് പ്ലേഗിന്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 3 and 4. 1, 3, 4. ഓക്കെ. യെർസിനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. പ്ലേഗിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. യെർസിനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കൊതുക് കടി അതിൻ്റെ വാഹകർ ചെള്ളുകളാണ് പ്ലേഗിൻ്റെ വാഹകർ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതിൻ്റെ വാഹകർ എന്ന് പറയുന്നത് ചെള്ളുകളാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്ന രോഗമാണ് പ്ലേഗ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. യെർസിനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വാഹകർ എന്ന് പറയുന്നത് ചെള്ളുകളാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയുമാണ് ബാധിക്കുന്നത്. പ്ലേഗിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആർദ്ര മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. 1, 3, 4 ആണ് ഇവിടെയും ശരിയെന്ന് പറയുന്നത്. 1, 3, 4. നിലവിലുള്ള PHCകളെ, അതായത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ FHC ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ശരിയാണല്ലേ? ആർദ്ര മിഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. PHCനെ FHC, അതായത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിനെ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി ഉയർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത്. NCD CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. NCD CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത് ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. പുതിയ രക്തക്കുഴലുകളുടെ വികസനമാണ് ആൻജിയോജെനിസിസിനെ കുറിച്ച് ശരിയായിട്ടുള്ള കൊടുത്തിട്ടുള്ളത്. പുതിയ രക്തക്കുഴലുകളുടെ വികസനം. ഓക്കെ. താഴെ പറയുന്നതിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. അല്ലേ? അതായത് നേരിയ വെട്ടത്തിൽ കണ്ണ് കാണാനായിട്ട് കാഴ്ച സാധ്യമല്ല. വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സിറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് ഇവിടെ പാൻക്രിയാസുമായി ബന്ധപ്പെട്ട് ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് 4 മാത്രം എന്ന് പറയുമ്പോൾ മുകളിലുള്ള എല്ലാം 4. ഓക്കെ. പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് എന്നതൊരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയാണ്. അത് ശരിയാണ്. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നു. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. പാൻക്രിയാസ് ആണ് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നു. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്?
ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം ഉണ്ട് കേട്ടോ. മോശ ഭക്ഷണശീലങ്ങൾ, അസ്വസ്ഥമായ ജൈവ ഘടികാരം, ശാരീരിക നിഷ്ക്രിയത്വം, തെറ്റായ ഭാവം. ഓക്കെ. മോശ ഭക്ഷണശീലങ്ങൾ, അസ്വസ്ഥമായ ജൈവ ഘടികാരം, ശാരീരിക നിഷ്ക്രിയത്വം, തെറ്റായ ശരീരഭാവം. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. ഏതാണ്? ഓപ്ഷൻ എ നെഗ്ലേരിയ ഫൗലേരി ആണ്. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് നെഗ്ലേരിയ ഫൗലേരി മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അടുത്തത്, COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ഏതൊക്കെയാണ് ശരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ രണ്ടും ഇവിടെ ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് രണ്ടും ശരിയാണ്. COVID-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസ് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. അതായത് അവർ ഉദ്ദേശിച്ച് മിക്കവാറും എന്താണ്, ഒറ്റപ്പെടൽ വന്നിട്ടുണ്ടാവും അല്ലേ, എല്ലാവരെയും ഒറ്റയ്ക്കായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടാവും, അതായിരിക്കാം. COVID-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ഒറ്റപ്പെടൽ എന്നാൽ മറ്റ് ആളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കുമെന്നാണ് ഇവിടെ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. COVID-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ഒറ്റപ്പെടൽ എന്നാൽ മറ്റ് ആളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പേര് നൽകാനാണ് പറഞ്ഞത്. ഏതാണ്? ഓപ്ഷൻ എ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പേരാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്ന വിശദീകരിക്കുന്ന പ്രതിഭാസമാണ് ഇതെന്ന് പറയുന്നത്. ഓപ്ഷൻ സി വിസരണം. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വിശദീകരിക്കുന്ന പ്രതിഭാസമാണ് വിസരണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ? ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, എക്സ്റേകൾ, ഗാമകിരണം. ഇതിലേതാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ ഇൻഫ്രാറെഡ് ആണ്. ഓപ്ഷൻ എ ഇൻഫ്രാറെഡ്. ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണം എന്ന് ചോദിച്ചാൽ ഇൻഫ്രാറെഡ് ആണ്. ആദ്യത്തെ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. PSLV-C 57 ആണ്. ആദ്യത്തെ L1 ഉപയോഗിക്കുന്ന റോക്കറ്റാണ് PSLV-C 57. കെമിക്കൽ ബോണ്ടിങ് സംബന്ധിച്ച പ്രസ്താവന ശരിയെന്നാണ്. ഏത് പ്രസ്താവനയാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് 1, 2, 4. ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ എന്താണ്? അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലന്റ് ബോണ്ടിങ് രൂപപ്പെടുന്നു. അതായത് രണ്ട് നെഗറ്റീവ് മൂലകം തമ്മിൽ എന്താണ്? കോവാലന്റ് ബോണ്ടിങ് രൂപപ്പെടുന്നു. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് മൂലകം തമ്മിൽ എന്താണ്? അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിങ് രൂപപ്പെടുന്നു. അതായത് രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ കോവാലന്റ് ബോണ്ടിങ്, രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ലോഹ ബോണ്ടിങ്, ഇനി ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവ് ആണെങ്കിൽ അവിടെ അയോണിക് ബോണ്ട് എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ പറയാം. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ അവിടെ അയോണിക് ബോണ്ട്, രണ്ട് നെഗറ്റീവ് തമ്മിലാണെങ്കിൽ കോവാലന്റ് ബോണ്ട്, ഇനി രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ അത് ലോഹ ബോണ്ടിങ് എന്നാണ് പറയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ നിന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 1, 4. ഏതൊക്കെയാണ്? മോക്ഷപ്രദീപം ഉണ്ട്, ബ്രഹ്മസങ്കീർത്തനം ഉണ്ട്. ഇത് രണ്ടുമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ എന്ന് പറയുന്നത്. മോക്ഷപ്രദീപം, ബ്രഹ്മസങ്കീർത്തനം. 2023 നൊബേൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. 2023 നൊബേൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 3 ഇവിടെ ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഭൗതികശാസ്ത്രം പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആനിയൽ ഹുല്ലിയർ. ഇവർ 3 പേരായിരുന്നു ഭൗതികശാസ്ത്രത്തിന് 2023 നൊബേൽ ലഭിച്ചത്. പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൂസ്, ആനിയൽ ഹുല്ലിയർ. അടുത്ത രസതന്ത്രത്തിന് കിട്ടിയത് ആരൊക്കെയായിരുന്നു? കരോലിൻ ആർ ബർട്ടോസി, മോർട്ടൻ മെൽഡൽ, കെ ബാരി ഷാർപ്ലസ്, കരോലിൻ ആർ ബർട്ടോസി, മോർട്ടൻ മെൽഡൽ. ഇവർക്ക് 3 പേർക്കായിരുന്നു രസതന്ത്രത്തിന് നൊബേൽ ലഭിച്ചത്. ഇനി സാഹിത്യത്തിനായിരുന്നു ജോൺ ഫോസിനായിരുന്നു സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. അടുത്തത് 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള? ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തത്. അതായത് 4ാമത്തെയാണ് തെറ്റായി കൊടുത്തിട്ടുള്ളത്. ഫാത്തിമ ബീവി, സീതാറാം ജിണ്ടാല, മിഥുൻ ചക്രവർത്തി. ഇവർക്ക് 3 പേർക്കായിരുന്നു പത്മ പുരസ്കാരം 2024 ലഭിച്ചത്. ഫാത്തിമ ബീവി, പിന്നെ തന്നെ സീതാറാം ജിണ്ടാലും പിന്നെ മിഥുൻ ചക്രവർത്തിക്കുമായിരുന്നു 2024 പത്മ പുരസ്കാര ജേതാക്കൾ എന്ന് പറയുന്നത്. അടുത്തത്
2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായ സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഏത് ഹർജിയാണെന്ന് ചോദിച്ചാൽ ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും. ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ആണ്. ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായ സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും എന്ന ഹർജിയിലാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക്